അടിപൊളി, സൂപ്പർ, നല്ല പടം. നല്ല പടം, നന്നായിട്ടുണ്ട്. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? കരഞ്ഞായിരുന്നോ? കരഞ്ഞായിരുന്നു, കരയാതിരിക്കാൻ പറ്റൂലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാട്ടെ. ഈ മോഹൻലാലിന്റെ സിനിമ ഇറങ്ങിയത് കുറേ നാളിന് ശേഷം ഇത്രയും നല്ലൊരു പടം കണ്ടില്ല. എമ്പുരാനൊന്നും ഇതിന്റെ 7 അയലത്ത് വരുന്നത്. ശരിക്കും ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുള്ള പടമല്ലേ? നല്ല പടമായിരുന്നു. അതേപോലെ തന്നെ ശോഭനയുടെ അഭിനയവും അടിപൊളി. കണ്ണ് നിറഞ്ഞു, കണ്ണ് നിറഞ്ഞ അവസാനം കരഞ്ഞു വിളിച്ചിരുന്ന് എന്നിട്ട് അവസാനം കരഞ്ഞു. നല്ല പടം. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ അടിപൊളി. എങ്ങനെയുണ്ട്? കുറേ നാളത്തെ ശേഷം തിരിച്ചു. എങ്ങനെയുണ്ട് പടം? ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ ഒരു രക്ഷയില്ല. പഴയ പോലത്തെ ലാലേട്ടനെ പിന്നെ കാണാൻ പറ്റും. അടിപൊളി മക്കളാണ്. മോഹൻലാലിന്റെയും ശോഭനയുടെയും ഒരു തിരിച്ച് കുറെ കാലങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും കാണാൻ പറ്റി. ഭയങ്കര സന്തോഷം. എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളി പിക്ചർ. ശോഭനയുടെയും മോഹൻലാലിന്റെ ഇപ്പോഴത്തെ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഫാമിലി പിക്ചറാണ്. എല്ലാവർക്കും സുഖമായിട്ടിരുന്ന് കാണാനും അതുപോലെ നമുക്ക് മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതിലുണ്ട്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് മോളെ പടം? എങ്ങനെയുണ്ട് ചേച്ചി പടം? അടിപൊളി. മോഹൻലാലിന്റെ കുറേ നാൾക്ക് ശേഷം അടിപൊളി ഒരു ചേട്ടാ എങ്ങനെയുണ്ട്? നല്ല പടമാണ്. നല്ല പടമാണ്. നല്ല പറയാം, ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റും. നല്ല മോനെ എങ്ങനെയുണ്ട്? ആ ലാലേട്ടൻ എങ്ങനെയുണ്ട്? രണ്ടു വാക്ക്. ആ എങ്ങനെയുണ്ട് ലാലേട്ടൻ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? എന്താണ് ഏട്ടാ ഇഷ്ടപ്പെട്ട? ഓക്കെ. ലാലേട്ടൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? അടിപൊളി പടം. ഈ പടം ഏകദേശം കോംബോ, അതായത് ശോഭനെ തന്നെ മോഹൻലാലിനെ ഒരുമിച്ച് കാണാൻ വെച്ചിട്ട് അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ പൊളിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് സിനിമ? നല്ല സിനിമ, സൂപ്പർ. ലാലേട്ടൻ കലക്കി. അടിപൊളി സിനിമ. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തില്? എനിക്ക് എമ്പുരാനെക്കാൾ ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട. സത്യം പറഞ്ഞു നല്ല സിനിമയാണ്. സൂപ്പർ. എങ്ങനെയുണ്ട് ലാലേട്ടനൊക്കെ? നല്ല ലാല് നന്നായിരിക്കും. എല്ലാവരും കൊള്ളാം. നല്ല സിനിമ. ലാലേട്ടൻ ഇതിലാണ് അഭിനയിച്ചതെന്നുള്ളതാണ് പറയുന്നത്. എമ്പുരാനിലും പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടറിനെയാണ്. ഇതിൽ പുള്ളിക്കാരുടെ ആ ഒരു അഭിനയം കാണാൻ പറ്റിയതിനകത്ത് മോഹൻലാലിനെ കാണാൻ പറ്റി. ആഫ്റ്റർ ഇന്റർവ്യൂ റിയലി സീരിയസ് ആൻഡ് വില്ലൻ ഈസ് ലൈക്ക് നോ രക്ഷ. ഈസ് റിയലി കൂൾ. പലരും കരഞ്ഞിറങ്ങുന്നുണ്ട്, കൊച്ചു കുട്ടികൾ പോലെ കരഞ്ഞിറങ്ങുന്നുണ്ട്. കുറച്ച് സെന്റി സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. റിയലി നൈസ് മൂവി. എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഈ ഇപ്പോഴത്തെ പോലീസിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ അഗെയിൻസ്റ്റ് പ്രാക്ടിക്കലായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൂവി കൂടെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. കുറച്ച് കുറെ നാളത്തേക്ക് ശേഷമുള്ള ഒരു നല്ല സിനിമയാണ്. മോഹൻലാലിന്റെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയം തിരികെ വന്നതുപോലെ തോന്നും. നല്ല സംവിധാനത്തിന്റെ മികവാണ്. നല്ല സിനിമയാണ്. ഒരുപാട് എന്താ പറയുക, ഞങ്ങൾ പറയുമായിരുന്നു പ്രകാശ് വർമ്മ അദ്ദേഹത്തിന്റെ അഭിനയം നന്നായിട്ടാണ്, മറ്റുള്ളവരുടെ മോശമുള്ളതല്ല. അതെ അതെ അതെ, തീർച്ചയായിട്ടും വളരെ നല്ല സിനിമ. അതായത് ഇതുവരെ കണ്ടത് വെച്ചെന്നല്ല, ഇതുവരെ ഇത്രയും നാൾ മോഹൻലാൽ ഇങ്ങനെ താഴ്ത്തി പറഞ്ഞു അവസാനം ഇതെല്ലാത്തിനും ഒരു തിരിച്ചടിയായിട്ട് ഒരു നല്ലൊരു സിനിമ, ഒരു കംബാക്ക് എന്ന് തന്നെ പറയും. നല്ല ആക്ഷൻ ആയാലും ഫൈറ്റൊക്കെ ആയാലും എല്ലാം ഉറപ്പായിട്ട്. അത് ഇത്രയും നാള് മോഹൻലാലിനെ അഭിനയിക്കാൻ അറിഞ്ഞൂടാ, ഫൈറ്റ് അറിഞ്ഞൂടാ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേർക്കുള്ള എല്ലാത്തിൻ്റെ ഉത്തരവ് ഈ സിനിമയ്ക്കകത്തുണ്ട്. അയ്യോ, വില്ലൻ പുതിയ നടനാണെന്ന് തോന്നുന്നു, പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ട്. വില്ലനൊക്കെ പക്ക നമുക്ക് തന്നെ ഇടിക്കാൻ തോന്നുന്ന ടൈപ്പ് ഒരു വില്ലൻ കൊള്ളാം. കാരണം ഇത്രയും നാളിങ്ങനെ കുറ്റം പറഞ്ഞ് ഒരു കംബാക്ക് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന കാലഘട്ടത്തിൽ തന്നെ നമുക്ക് അടിപൊളിയായി. ദൃശ്യ സിനിമ പോലെ അത് വേറെ ഒന്ന് ദൃശ്യ സിനിമയിൽ വേറെ അടിപൊളി കാണാം. കുറെ നാളിന് ശേഷം കണ്ട അടിപൊളി പടം. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ട് പടം?
നല്ല മൂവി ലാലിനെ കാത്തിരുന്നു. മോഹൻലാലിന്റെ കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും നല്ല സിനിമ. ലാലേട്ടൻ ആക്ഷനായിരുന്നു. എങ്ങനെയുണ്ട് അമ്മ പടം? നന്നായിരുന്നു. ആ ലാലേട്ടൻ എങ്ങനെയുണ്ട്? എല്ലാം നല്ലായിരുന്നു. എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമ. സിനിമയാണ് എമ്പുരാൻ കൊണ്ട് ഇറങ്ങിയ ഇതേ വഴികൂടെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ തുടരും കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് ലാലേട്ടൻ? അടിപൊളി സൂപ്പറാണ്. ഭയങ്കര രസമാണ്. പൊളിയാണ്. വില്ലനൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ പത്തിന് സ്പോയിലർ ആയിരുന്നില്ല. ഇരട്ടിപ്പൊളി മോള് പറഞ്ഞത് സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടു.